മിറക്കിൾ ബൊട്ടിക്കിലെ ഈ ഒരു ടോപ്പ് കണ്ടപ്പോൾ തൊട്ട് മോൾക്ക് ഇതുപോലെ ഒരെണ്ണം തയ്ക്കണമെന്ന് തോന്നി. അങ്ങനെ കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കി സ്റ്റിച്ചിങ് പഠിച്ചു. സ്റ്റിച്ചിങ് ആദ്യം എനിക്ക് വലിയ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ലാസ്റ്റ് സ്റ്റേജിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചത്. ഇതിപ്പോൾ ടോപ്പ് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ഗോൾഡൻ കസവിൻ്റെ പോർഷൻ ടോപ്പിലോട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടോപ്പ് ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ വിചാരിച്ചു കോളറിലോട്ട് ഗ്രീൻ ആൻഡ് പിങ്ക് ഷുഗർ ബീഡ്സ് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാമെന്ന്. ആദ്യം ഞാൻ B7000 അതുപോലെ തന്നെ ഫാബ്രിക് ഗ്ലൂ ഒക്കെ എടുത്തിട്ടാണ് തുടങ്ങിയത്. പക്ഷേ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന്. അങ്ങനെ ഞാൻ ഈ വർക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ ഏകദേശം അതിലുള്ളതുപോലെ തന്നെ ഒരു ലോട്ടസ് പെയിൻറ്റിങ് കൂടി ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് മോളുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. കാര്യം എനിക്ക് സ്റ്റിച്ചിങ് അറിഞ്ഞുകൂടെങ്കിലും മോൾക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അവളിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അങ്ങനെ മോളുടെ ഡ്രസ്സ് സെറ്റായപ്പോൾ വിചാരിച്ചു ഇത്തവണ ഓണത്തിന് ഞങ്ങൾക്ക് 3 പേർക്ക് ലോട്ടസ് തീമിലായാലോ ഡ്രസ്സെന്ന്. അങ്ങനെ എനിക്കുള്ള ഡ്രസ്സ് മിറക്കിൾ ബൊട്ടിക്കിൽ നിന്ന് തന്നെ ലോട്ടസ് തീമിൽ ഒരെണ്ണം ഓർഡർ ചെയ്യുക ചെയ്തത്. മോളുടെ ഡ്രസ്സിൽ ചെയ്ത സെയിം ലോട്ടസ് പെയിൻറ്റിങ് തന്നെയാണ് ഹസ്ബൻഡിൻ്റെ ഷർട്ടിലും ചെയ്തത്. പക്ഷേ ഹസ്ബൻഡിൻ്റെ ഷർട്ട് ഗ്രീൻ കളർ ആയതുകൊണ്ട് അതിലൊന്ന് ഒരു വൈറ്റ് കോട്ടിങ് കൊടുത്തതിന് ശേഷമാണ് ലോട്ടസ് പെയിൻറ്റിങ് ചെയ്തത്. മെറ്റാലിക് ഗ്രീൻ യൂസ് ചെയ്തിട്ടാണ് ലീവ്സും സ്റ്റെമ്മും ഹൈലൈറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലോട്ടസ് തീം ഡ്രസ് ഫൈനൽ ലുക്ക്. ഇഷ്ടമായെങ്കിൽ ലൈക്ക്